The wreck of the Titanic. അപ്പൊ ആദ്യം തന്നെ പറയാം മക്കളെ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താല്പര്യം. സാർ ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടൈറ്റാനിക് സിനിമ കാണണം അല്ലെ. ഞാൻ അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കാണാന്ന് പറയാം അല്ലെ. വേണ്ട, ടൈറ്റാനിക് സിനിമയും ഈ പോയമായിട്ട് വലിയ ബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ പോയതിനെ വിചാരിക്കുക, എനിക്കറിയാം ജാക്കും റോസിനെ പോലെ നമുക്ക് ഇങ്ങനെയൊക്കെ നിന്ന് സാർ ഈ പോയം പഠിച്ചാലോ, അതായിട്ട് വലിയ ബന്ധമില്ല. ഇവിടെ ഒരു ജാക്കും ഇല്ല, റോസും ഇല്ല. ഇത് കമാൻഡറും ടൈറ്റാനിക്കിനെ പറ്റിയിട്ടുള്ള എന്താണ് ആ ഇൻസിഡന്റ് ഒരു പോയമാണ് ബൈ ബെഞ്ചമിൻ പെക്ക് കിഡ്. അപ്പോൾ ഈ പോയം റെഡിയാണ് പഠിക്കാനെങ്കിൽ എല്ലാവരും ഫയർ എമോജീസ് ഇടാ. വേഗം പഠിപ്പിച്ചു തരാം മക്കളെ. വലിയൊരു പോയമാണെങ്കിൽ വളരെ സിമ്പിൾ പോയമാണ്, വളരെ ബ്യൂട്ടിഫുൾ, പേട്രിയോട്ടിക്, ബ്രേവറി ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന എന്താണ് ബ്യൂട്ടിഫുള്ളി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോയമാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. കുറെ കാര്യങ്ങൾ പറയേണ്ടത്, ഇതിന് അപ്രീസിയേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, റെഡി? വളരെ സിമ്പിൾ പോയമാണ്. ഓക്കെ, നിങ്ങൾ ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കൂടി ഞാൻ തരാം. ഓക്കെ, റെഡി? അപ്പൊ എല്ലാവരും ഒരു ഫയർ എമോജീസ് ഇടാ. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് വെള്ളം കുടിക്കട്ടെ. യെസ്, അപ്പോൾ ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. ഓക്കെ, അപ്പൊ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഭയങ്കര വലിയ ഷിപ്പാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഒരു ഐസ്ബർഗിൽ ഹിറ്റ് ചെയ്ത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ. എന്നിട്ട് എന്താണ്, അത് പൊട്ടി പോയി. 1500 ആൾക്കാർ ഏകദേശം മരിച്ചു. കുറെ ആൾക്കാർ മരിച്ചു. ഓക്കെ, ഏകദേശം 2000 സംതിങ് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 1500 ആൾക്കാർ മരിച്ചു. ദിസ് പോയം ഇസ് റിട്ടൺ ബൈ ബെഞ്ചമിൻ പെക്ക് കീറ്റ്. ആൻഡ് ഇതിലെ തീം എന്ന് പറയുമ്പോൾ എന്താ നോക്കിയാൽ മക്കളെ, കറേജ്, ഫേറ്റ്, ഷിപ്പ്രെക്ക് ആൻഡ് ഇമോഷൻ ഓഫ് പേട്രിയോട്ടിസം. പേട്രിയോട്ടിസം എന്ന് പറയുമ്പോൾ എന്താണ്, സ്വന്തം കൺട്രീനോടുള്ള ഒരു ഒരു സ്നേഹം, എക്സ്ട്രീം സ്നേഹം. ഓക്കെ, വാലർ എന്താ നമ്മൾ കാണുക, അതിന്റെ മീനിങ് നമ്മുടെ ലൈനിലുണ്ട്. ടീച്ചേഴ്സ് ഹൗ വി ക്യാൻ ബിഹേവ് അറ്റ് ദ ടൈം ഓഫ് ട്രാജഡി അല്ലെ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് കാണിക്കുന്നു. ഹൈലൈറ്റ്സ് ദ വെർച്യൂസ് ഓഫ് ലൈഫ് സച്ച് ആസ് ബ്രേവറി, കമ്പാഷൻ, ഡിവോഷൻ ടു സർവീസ് ആൻഡ് പേട്രിയോട്ടിസം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 10 സ്റ്റാൻസ ഉണ്ട്, 4 ലൈൻ. അപ്പൊ 40 ലൈൻ ഉണ്ട് മക്കളെ. സ്റ്റാൻസന്റെ എല്ലാത്തിനും എന്താണ് റൈം സ്കീം? AABB ആണ്. ഓക്കെ, ഞാൻ കുറെ പറയുന്നില്ല, ലെറ്റ്സ് ഗോ ലൈൻ ബൈ ലൈൻ. എല്ലാത്തിനും ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്കാണ് മക്കളെ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് ഗോ. Out of Southampton എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ്. ഓക്കെ, Southampton she swung with the streams. ഓക്കെ, അപ്പൊ ആരാണ് ഷീ? ഇവിടെ പറയാൻ ഷീ എന്ന് പറയുമ്പോൾ ടൈറ്റാനിക് ആണ്. ഓക്കെ, ടൈറ്റാനിക്കിനെ പെർസോണിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്, ടൈറ്റാനിക് ആണ് ഷീ. ഓക്കെ, അപ്പൊ ഔട്ട് ഓഫ് സൗത്ത്ഹാംപ്ടൺ പോർട്ടിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് അങ്ങ് സ്വങ് ഔട്ട്. ഇങ്ങനെ സ്വിങ് എന്ന് പറയുമ്പോൾ ആടിനെ പാസ്റ്റ് ആണ് സ്വങ്. ഓക്കെ, സ്വങ് വിത്ത് ദ സ്ട്രീം. അപ്പൊ ആ ഒഴുക്കോടെ അങ്ങ് പോയി. Okay, a poem of iron and steel, a sea dream. Okay, ഇതെന്താണ് പറയുന്നത്? A poem of iron and steel. ഓക്കെ, പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പോയം എന്താണ് അയണും കൊണ്ടും സ്റ്റീലും കൊണ്ടും ഉണ്ടാക്കിയ പോയം അല്ല. അവിടെ നിന്ന് മെറ്റഫർ ഉദ്ദേശിക്കുന്നത് സീ ഡ്രീം. ഓക്കെ, ആരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ ടൈറ്റാനിക്കിനൊക്കെ, മെജസ്റ്റിക് ടൈറ്റാനിക്കിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതൊരു മെറ്റഫറാണ്. And thousands on shore, കുറെ ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. Watched her steaming away. ഓക്കെ, അപ്പൊ എന്താണ്, ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ആ ഷോറിൽ ലാൻഡിൽ ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇങ്ങനെ പോവുക. അതാണ് ടൈറ്റാനിക് സിനിമേന്റെ ആദ്യത്തെ സീൻ. ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ലിയാനോർഡോ ഡികാപ്രിയോ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്റെ ഫ്രണ്ടിന് ബെറ്റ് കൊടുക്കുകയാണ്, ഞാൻ അതിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയാണ് കയറുന്നത്. ഓക്കെ, വാച്ച്ഡ് ഹർ സ്റ്റീമിങ് അവേ. സ്റ്റീം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ പവറിൽ ഇങ്ങനെ പോവുക. ഓക്കെ, ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. അന്ന് കാലത്തെ ഏറ്റവും വലിയ, ഏറ്റവും ഗ്രാൻഡസ്റ്റ്, ഏറ്റവും പൈസക്കാരെ പോകുന്ന ഷിപ്പായിരുന്നു. അത് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഗ്രാൻഡസ്റ്റ്, ഏറ്റവും വലിയ ഷിപ്പ്. ഓക്കെ, അപ്പൊ അതാണ് മനസ്സിലാക്കണ്ടേ. അതാണ് ഇപ്പൊ ഇവിടെ എന്താണ് ഇൻട്രൊഡക്ഷൻ തന്നു, ടൈറ്റാനിക് എവിടുന്നാണ് പോകുന്നതെന്ന് കണ്ടു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. And 1000 aboard. ഓക്കെ, അപ്പൊ 1000 ആൾക്കാർ പുറത്തിരുന്ന് നോക്കുക, ഒരു 1000 ആൾക്കാർ. And 1000 on board did security feel. Security. അപ്പൊ 1000 ആൾക്കാർ അതിനുള്ളിൽ മേലെ, അതിന്റെ ഓൺ ബോർഡ് എന്ന് പറയുമ്പോൾ ആ ഷിപ്പിന്റെ മുകളിലുള്ളത് എന്താണ്? ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഫെൽറ്റ് സെക്യൂർ എന്നാ പറഞ്ഞത്. ഓക്കെ, അവിടെ അവരെന്താണ് ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ. കാരണം ഇത്രയും വലിയ ഷിപ്പാണ്, ഇത്രയും അടിപൊളി ആൾക്കാരുണ്ടാക്കി, ഇത്രയും ഭീകര ഷിപ്പിനാണ് ഞാൻ പോകുന്നത് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പവർഫുൾ ഫീലിംഗ് ആണ്, സെക്യൂരിറ്റീന്റെ ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്പോസ്ഡ് സെന്റൻസ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫോർ നോ ഐ സോ ഡെത്ത്, ഒരാളും മരണത്തിനെ പറ്റി പ്രതീക്ഷിക്കുകയോ കണ്ടിട്ടോ ഒന്നുമില്ല. ഓക്കെ, ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ, ആസ് ഹീ, ആരാണ് ഹീ? ഇവിടെ ക്യാപ്റ്റൻ സ്മിത്ത്. ഓക്കെ, നമ്മുടെ ഇതിന്റെ കമാൻഡർ. ഓക്കെ, അപ്പം നോ ഐ സോ ഡെത്ത്, ആരും മരണത്തിനെ പറ്റി ഇങ്ങനെ പേടി പോലും ഇല്ല, ആരും കണ്ടിട്ടില്ല അത് ഫ്യൂച്ചറിൽ. ആസ് ഹീ സ്റ്റുഡ്, ആരാണ്?
ക്യാപ്റ്റൻ സ്മിത്ത്, ഹർ കമാൻഡർ ആ വീലിലൊക്കെ ആ ഷിപ്പിനെ തിരിക്കുന്ന വലിയൊരു വീലില്ലേ അതിന് മേലെ നിന്നപ്പോൾ ഡയറക്ടിങ് ഹർ കോഴ്സ്, തിരിക്കും വളർന്നു. ഡയറക്ട് എന്ന് പറയുമ്പോൾ ഷിപ്പിന്റെ കോഴ്സ്, അതിന്റെ നാവിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ടിങ് ഹർ കോഴ്സ് ടു ദി എക്കോലെസ് ഷോർ. എക്കോലെസ് ഷോർ എന്ന് പറയുമ്പോൾ, എക്കോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നിങ്ങളൊരു ചെറിയ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഒരു റൂമിലോ വലിയ റൂമിലൊക്കെ കയറിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്കോ കേൾക്കാം. അതൊരു സയന്റിഫിക് ഫിനോമിനാണ്. സൗണ്ടിന്റെ ഒരു പ്രത്യേക 29 മീറ്റേഴ്സ് ദൂരമുള്ളപ്പോൾ നിങ്ങൾ അതിന്റെ ഡെറിവേഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ബേസിക്കലി ഇവിടെ നിങ്ങൾ സീല് പോയാൽ ഒന്നുമില്ല സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങ് ഏത് ഡയറക്ഷൻ നോക്കിയാലും കാലിയല്ല, ഹൊറൈസൺ മാത്രം കാണും. അപ്പോൾ ഒന്നും എക്കോ അടിക്കൂല. അപ്പൊ എക്കോ ഇല്ലാത്ത ഷോർ. ഓക്കെ ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. ഓക്കെ, ഇവിടെ ഹെവൻ അല്ല ഹേവൻ എന്നാ പറയാ. എന്താണ് ഹേവൻ? ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. ഓക്കെ, ഹേവൻ എന്ന് പറയുമ്പോൾ പ്ലേസ് ഓഫ് സേഫ്റ്റി. അപ്പോൾ ഈ ഷിപ്പിന്റെ ഫസ്റ്റും ലാസ്റ്റ് സമയമായിട്ടാണ്. ഓക്കെ, നെവർ മോർ എന്ന് പറയുമ്പോൾ ഒരിക്കലും പിന്നീടില്ല. ഓക്കെ, നെവർ മോർ ഓഫ് എന്നാണ് ഹേവൻ. ഹേവൻ എന്ന് പറയുമ്പോൾ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഷിപ്പിന്റെ ആദ്യത്തേതും അവസാനമായിട്ടുള്ള ടൈമാണ് ഇങ്ങനെ സേഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഇനിയില്ല, നമുക്കറിയാം, കാരണം അതിനി ഷിപ്പ് റെക്ക. ഓക്കെ, ദ റെക്ക ഓഫ് ടൈറ്റാനിക് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ അവസാനത്തെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ ഒരു ഹേവൻ പോലെ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ. ഓക്കെ, മനുഷ്യരുടെ, ഓക്കെ, നമ്മൾ മനുഷ്യരുണ്ടാക്കിയതിന്റെ ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് സാധനമായിരുന്നു. ഓക്കെ, ബെസ്റ്റ് ഷിപ്പായിരുന്നു. ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ്. ഓക്കെ, വോയേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബോൺ വോയാജ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്ന് വരുന്ന വോയേജ് എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പ്. ഓക്കെ, ഓൺ ഹെർ ഫസ്റ്റ് അഡ്വഞ്ചർ അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വാസ് സ്പീഡിങ് വെൻ. ഓക്കെ, സ്പീഡ് ചെയ്തുകൊണ്ട് പോയിരുന്നു. വെൻ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, അങ്ങ് ഇരുട്ടത്തിൽ നിന്ന് പെട്ടെന്ന്, ഔട്ട് ഓഫ് ദ നൈറ്റ്, ആ രാത്രി പെട്ടെന്ന് ഇരുട്ടത്തിൽ നിന്ന് ലൂംഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഓക്കെ, ലൂം എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് വേർഡാണ് ലൂമിന്റെ. ഓക്കെ, ലൂംഡ് an ominous, okay, an ominous form of ghostly white, ഒരു വൈറ്റ് പ്രേതത്തിന്റെ രൂപത്തിൽ നിന്ന് എന്തോ മോശകരമായ ഒരു സംഭവം പെട്ടെന്ന് വന്നു അല്ലെ. പെട്ടെന്ന് രാത്രി, പെട്ടെന്ന് ഇരുട്ടത്തിൽ ഒരു പ്രേതത്തിനെ പോലെ രാത്രി വൈറ്റ് കളറിൽ എന്തോ വന്നു. എന്താണ് ഓമിനസ് എന്ന് പറയുമ്പോൾ? സജസ്റ്റിംഗ് ദാറ്റ് സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ മോശമായിട്ടുള്ളൊരു ബാഡായിട്ട് ഒരു വൈറ്റ് സാധനം ഇങ്ങനെ വന്നു. എന്താണ് അത്? ഐസ്ബർഗിനെ ഉദ്ദേശിച്ചത്. ഓക്കെ, വി വർ ഡിസ്ക്രൈബിംഗ് ദ ഐസ്ബർഗ്. ആ വലിയ ഐസ്ബർഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. Twas a towering mountain. Okay, twas എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വൈറ്റ് ഗോസ്ലി സാധനത്തിന് എന്താ? ഇറ്റ് വാസ് എ ടവറിംഗ് മൗണ്ടൻ ഓഫ് ഐസ്. ഓ, ഒരു ഐസിന്റെ മലയായിരുന്നു, വലിയ മല. ജൈഗാന്റിക്, വലുത്, ഭയങ്കര ജൈഗാന്റിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് മറ്റേ ലോലന്റെയും എന്താണ് കരിക്കലിലെ ജൈഗാന്റിക് ജംബോ ജെറ്റ് എന്ന് പറയുന്നത് അല്ലെ, അതേപോലെ ആ ജൈഗാന്റിക്. ഓക്കെ, ജൈഗാന്റിക്. ഓക്കെ, as ever was seen on the North Atlantic ഓഷ്യനില് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഐസ്ബർഗ്. ഓക്കെ, വലിയ ഐസ്ബർഗ്. as was ever seen on the North Atlantic, അതിനെ കണ്ടു. she struck with a shiver from the stern to the stern. ഓക്കെ, she struck, എന്താണ്, നമ്മുടെ ഷിപ്പ് ഐസ്ബർഗിനെ ഇടിച്ചു. ഓക്കെ, വിത്ത് എ ഷിവർ, ഒന്ന് വിറച്ചു. നിങ്ങൾ കാറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പുറകിലേക്ക് തട്ടുമ്പോഴോ അല്ലെങ്കിൽ എവിടെ പാർക്കിംഗ് വന്ന് തട്ടുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ കുലുങ്ങും, അതേപോലെ ഈ ഷിപ്പ് അതിലിടിച്ചപ്പോൾ ഒന്ന് വിറച്ചു, മൊത്തം ഷിപ്പ് ഇളകി. ഓക്കെ, വിത്ത് എ ഷിവർ, ഒരു ഷിവർ ഫ്രം ദ സ്റ്റെം എന്ന് പറയുമ്പോൾ നടുക്കത്തെ മെയിൻ ഭാഗത്ത് നിന്ന് സ്റ്റേണിലേക്ക്. സ്റ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്ക് എൻഡ് ഓഫ് ദ ഷിപ്പ്. ഓക്കെ, ബാക്കിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെ മുതൽ അവിടെ വരെ എന്താണ്, നമുക്ക് എന്ത് ഫീൽ, ഒരു ഷിവർ ഫീൽ ചെയ്തു. ഓക്കെ, ആൻഡ് വാസ് റാപ്പിഡ്ലി സിംഗ്, പെട്ടെന്ന് സിംഗ് ചെയ്യാണ്, അങ്ങ് മുങ്ങി വീഴാണ്. ഓൾ സൂൺ ഡിഡ് ലേൺ, എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കി ഇതെന്താണ്, മുങ്ങി വീഴാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് എന്താണ് ഇവിടെ പറയുന്നത്, ഷിപ്പ് എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഒരു ഐസ്ബർഗ് വന്നു, അതിനെ ഹിറ്റ് ചെയ്തു, അങ്ങ് മുങ്ങാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ 1, 2, 3 സ്റ്റാൻസിന്റെ മീനിങ്സും സമ്മറി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻ ബൈ ലൈൻ എക്സ്പ്രസ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് അത് പിന്നെ വായിക്കാം. ഓക്കെ, then Captain Smith, okay, Captain Smith, her commander brave. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ്പോസ് സെന്റൻസ് ഉണ്ട്. എന്താണ് ട്രാൻസ്പോസ് സെന്റൻസ്? നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഹെർ ബ്രേവ് കമാൻഡർ ക്യാപ്റ്റൻ സ്മിത്ത് എന്നല്ല പറയാ, ഹെർ കമാൻഡർ ബ്രേവ് എന്ന് പറയാം, ഹെർ ബ്രേവ് കമാൻഡർ എന്ന് പറയില്ലേ. ആ ഓർഡർ മാറ്റുന്നത് തന്നെയാണ് ട്രാൻസ്പോസ്ഡ് സെന്റൻസ് എന്ന് പറയാം. അതേപോലെ നമ്മൾ കണ്ടു ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഫെൽറ്റ് സെക്യൂർ എന്നാണ് പറയുന്നത്. അതിന് പകരം ട്രാൻസ്പോസ് സെന്റൻസ് ഉപയോഗിച്ചു ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഓർഡർ മാറ്റിയതാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഹെർ കമാൻഡർ ബ്രേവ്. അപ്പൊ ആരുടെ കമാൻഡർ? ടൈറ്റാനിക്കിന്റെ ബ്രേവ് കമാൻഡർ ആണ് ക്യാപ്റ്റൻ സ്മിത്ത്. Thought not one moment,
ഒരു നിമിഷം പോലും ആലോചിച്ചില്ല ഹിസ് ലൈഫ് ടു സേവ്, ഹിസ് ഓൺ ലൈഫ് ടു സേവ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ക്യാപ്റ്റൻ ആണ്, എനിക്ക് പ്രയോറിറ്റി കിട്ടണം, ഞാൻ ആദ്യം എന്താണ് ലൈഫ് ബോട്ടിൽ എന്താണ് ചാടി രക്ഷപ്പെടും, ഇല്ല, ഒരു നിമിഷം പോലും അങ്ങനെ ആലോചിച്ചില്ല സ്വന്തം ലൈഫ് എന്താണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബട്ട് സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ്. ഓക്കെ, ആ ബ്രിഡ്ജിൽ നിന്നിട്ട് കോളിംഗ് ഔട്ട് ദ ക്രൂ. ഓക്കെ, അപ്പൊ എല്ലാം ആ ഷിപ്പിന്റെ ക്രൂ മെമ്പേഴ്സ്, ആ വർക്ക് ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നവരായിക്കോട്ടെ, സെയിലേഴ്സ് ആയിക്കോട്ടെ, എന്താണ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അവരോടൊക്കെ പറയുക കോളിംഗ് ഔട്ട് ദ ക്രൂ, റിമെമ്പർ യുവർ കൺട്രി. ആരാണ്? ഇംഗ്ലണ്ട്, ബ്രിട്ടീഷ്. ഓക്കെ, റിമെമ്പർ യുവർ കൺട്രി, ഓർക്കണം ഏത് കൺട്രിയാണ്, ഓക്കെ, ഏത് രാജ്യമാണെന്ന്. ബി ബ്രിട്ടീഷ്, ബി ട്രൂ. എന്താണ്? ബി ബ്രിട്ടീഷ്. നമ്മളോട് പറയാണ്, എടാ ഒരു ഇന്ത്യനെ പോലെ അല്ലേ, ഒരു ഇന്ത്യനെ പോലെ ആക്ട് ചെയ്യാൻ പറയും അല്ലേ, അതേപോലെ തന്നെ ഇവരോട് ബി ബ്രിട്ടീഷ്, ബി ട്രൂ, ബി ട്രൂ, സത്യസന്ധത. ഓക്കെ, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിട്ട് ആ പേട്രോട്ടിസം ആണ് കാണിക്കുന്നത്, ആ കൺട്രീനോടുള്ള സ്നേഹം, അവരുടെ കോർ വാല്യൂസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. ഇതൊക്കെ എന്താണ്? ഇംഗ്ലീഷ് ടെറിട്ടറീസ്. ഓക്കെ, അയർലൻഡ്, സ്കോട്ട്ലൻഡും വെയിൽസ് ഒക്കെ ഇംഗ്ലീഷ് കൺട്രീന്റെ ഉള്ളിലാണ് ശരിക്കും വരിക. ഓക്കെ, അന്ന് കാലത്ത് അത് വേറെ കിങ്ഡംസ് ആയിരുന്നു, പക്ഷെ എന്നാലും എന്താണ് ഒരേപോലെയാണായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ഇംഗ്ലണ്ട് ഐലൻഡ്സ് എന്ന് പറയും ഇവരൊക്കെ. ഓക്കെ, പ്രൂവ് ദെയർ ടു ദ വേൾഡ്. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണെങ്കിലും ഈ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ഏതെന്നാണെങ്കിലും പ്രൂവ് ദെയർ ടു ദ വേൾഡ്, ആ നിമിഷം വേൾഡിനോട് കാണിച്ചു കൊടുത്ത് എന്താ? their valor never fails. valor എന്ന് പറയുമ്പോൾ എന്താണ്? great courage in the face of danger. അപ്പോൾ പെട്ടെന്ന് ഡേഞ്ചർ വരുമ്പോൾ കാണിക്കുന്ന ആ ബ്രേവറി. ഓക്കെ, അപ്പൊ their valor never എന്ന് പറയുമ്പോൾ എന്താണ്? വി അവിടെ സൈലന്റ്, അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നെവർ. ഓക്കെ, അവരുടെ ബ്രേവറി നെവർ ഫെയിൽസ്, ഒരിക്കലും തോൽക്കില്ല. അപ്പൊ വേൾഡിനെ കാണിച്ചു കൊടുത്തു. The women and children first was their cry. അപ്പൊ എല്ലാം ക്രൂവും പറയാ, women and children വേഗം അവരെ അലറുക, സ്ക്രീൻ ചെയ്യുക, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. പെണ്ണുങ്ങളും കുട്ടികളും വേഗം അവരെ ലൈഫ് ബോട്ട് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് എവ്രി വൺ ഓഫ് their crew stood by. എന്താണ്? എല്ലാം ലേഡീസിനെയും കുട്ടികളെയൊക്കെ കയറ്റി വിടുമ്പോൾ ആ ക്രൂ മെമ്പേഴ്സ് അവിടെ നിൽക്കുക, അവരെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ലൈഫ് ബോട്ടിന് കപ്പാസിറ്റി ഉണ്ട് അല്ലേ, അപ്പൊ ലൈഫ് സേവ് ആരുമില്ല. ഇനി and the boats were lowered and sent away. അവരുടെ ലൈഫ് ബോട്ടിലെ, ലൈഫ് സേവിങ് ബോട്ടിലെ അതിനെ ഇങ്ങനെ താഴ്ത്തി sent away, അവരൊക്കെ അഴിച്ചു വിട്ടു. that cut off all hope save eternity. അപ്പൊ എന്താണ്? അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അവസാനത്തെ തരി ഹോപ്പ് വരെ പോയി. അവരെ ലൈഫ് ബോട്ട് കൊണ്ട് പോയപ്പോൾ, അവർ രക്ഷപ്പെട്ടു പോയപ്പോൾ ഈ ക്രൂ മെമ്പേഴ്സ് തീർന്നു. and the Titanic sank from sight. കാണാവുന്ന ദൂരത്തിൽ നിന്നും അല്ലെ കാണുന്ന സ്ഥലത്ത് നിന്ന് ടൈറ്റാനിക് മുങ്ങി വെള്ളത്തിനുള്ളിലേക്ക്. ബിനീത് ദ സീ അല്ലെ അണ്ടർനീത്ത് ദ സീ എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, നീത്ത് ദ സീ അല്ല, അണ്ടർനീത്ത് അല്ലെ ബിനീത് ദ സീ, അങ്ങ് കടലിന്റെ ഉള്ളിലേക്കും. വൈൽ ഹർ ബാൻഡ് പ്ലേഡ്. ആ ബാൻഡ്, നിങ്ങൾ ആ സിനിമയിൽ ആ സീൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ മ്യൂസിക് ബാൻഡ് കെപ്റ്റ് ഓൺ പ്ലേയിങ്, അവർ നിർത്തിയിട്ടില്ല. ഓക്കെ, അവര് നിയറർ മൈ ഗോഡ് ടു ദീ. ഓക്കെ, എന്താണ് നിയറർ മൈ ഗോഡ് ടു ദീ? അപ്പൊ അങ്ങ് ദൈവത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ദൈവത്തോട് ഞാൻ അടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ക്രൂ മെമ്പേഴ്സിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, അവര് സ്വന്തം ലൈഫ് സാക്രിഫൈസ്, അവരുടെ ഡ്യൂട്ടിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു ടിൽ ദ ലാസ്റ്റ് മൂമെന്റ്. വാസ് there ever a scene so awfully grand? ഇത്ര ഗ്രാൻഡ് ആയിട്ടുള്ള സീൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലോകത്തുണ്ടായിരുന്നത്? ഓക്കെ, ഇത്രയും ബ്രേവറി, ഇത്രയും പ്രൗഡായിട്ട് ഇവരിങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു, അവരെ കറേജിയസ്നെസ്, അവരെ വാലർ, അവരെ പേട്രിയോട്ടിസം കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സീൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പോയിട്ട് ചോദിക്കാം. ഈ പോയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ? ആൻസർ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളെല്ലാവരോടും ചോദിക്കും അല്ലെ, ചിലപ്പോൾ ഓരോ ചോദ്യത്തിന് ഉത്തരം വേണ്ട, നമുക്കറിയാം അല്ലേ, നിങ്ങൾ എല്ലാവരും പവർ അല്ലേ ചോദിക്കുമ്പോൾ എനിക്കറിയാം പവർഫുൾ ആണ്, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ എനിക്കറിയാം അല്ലേ. അപ്പൊ എന്താ? അത് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ആൻസർ വേണ്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആസ് ദ സിങ്കിങ് ഷിപ്പ് വിത്ത് ഹെർ പ്ലേയിങ് ബാൻഡ്. ഓക്കെ, അപ്പം ആ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിപ്പിനോട് വിത്ത് ഹെർ പ്ലേയിങ് ബാൻഡ്, ആ പാട്ട് പാടുന്ന ബാൻഡിന്റെ കൂടെ ഓൾ ഗ്ലോറി ടു സ്മിത്ത്. ആരാണ് ആ ക്യാപ്റ്റൻ? ഗ്ലോറി എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും എന്താണ് വിഷസും ആർക്ക്? സ്മിത്ത്, ദ ക്യാപ്റ്റൻ സ്മിത്ത്. ആൻഡ് ദ ടൈറ്റാനിക്സ് മെൻ, ആ ടൈറ്റാനിക്കിന്റെ ക്രൂ മെമ്പേഴ്സ്, അവരെ വർക്ക് ചെയ്ത ആൾക്കാർ, എന്താണ് ഭക്ഷണം സെർവ് ചെയ്ത മുതൽ ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. ദേ ബ്രിങ് ട്രാഫൽഗർസ് ഹീറോസ്. ഓക്കെ, അപ്പൊ ട്രാഫൽഗർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു വാർ മെമ്മോറിയൽ പോലെയൊക്കെയാണ്. അപ്പം അത് ഒരു സ്ഥലം. ഓക്കെ, ട്രാഫൽഗർ. ഓക്കെ, അപ്പൊ അവിടുത്തെ ഹീറോസ് ടു മെമ്മറി ഒക്കെ. ഓക്കെ, അവിടെ ഇപ്പം കുറെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ വാർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ മെമ്പേഴ്സിന്റെ പേരൊക്കെ എഴുതി വെക്കുന്ന ഒരു മെമ്മോറിയൽ സ്ഥലമുണ്ട്. അതായത് ട്രാഫൽഗർ ഒരു സ്ഥലമാണ്. ഓക്കെ, വാറിന്റെ
മെമ്മറീസ് എഴുതിയിരിക്കുന്ന ഒരു ഹീറോസിന്റെ പേരാണ്. അപ്പം അന്നത്തെ ആ ബ്രേവ് ട്രാഫൽഗറിന്റെ ഹീറോസിനെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഇവരുടെ ബ്രേവറി കണ്ടപ്പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഹീറോസ് നമുക്ക് അറിയില്ല, അത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഒരു വലിയ കുറെ ആൾക്കാർ. ഓക്കെ, and that heart thrilling tale of Alamo, ഇതൊക്കെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയില്ല. ഞാൻ നിങ്ങളോട് പറയാണ് എന്താണ് നമ്മുടെ ഓരോ വാറിനെ പറ്റി പറയാണ്, ഇൻഡിപെൻഡൻസിന്റെ വാറും മറ്റേ ആ വാറും ഈ വാറും ഓരോ വാറിനെ പറ്റി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് അറിയാം, പക്ഷെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഹിസ്റ്ററി പോലെയല്ല അവരുടെ ഹിസ്റ്ററി. അവർക്ക് വേറെ തന്നെ ബാറ്റിൽസ് ആണ്. ആലമോ, വാട്ടർലൂ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. വാട്ടർലൂ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷന് നെപ്പോളിയനെ ബീറ്റ് ചെയ്ത 1815 നടന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അവസാനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, നോക്കിയേ, ആൻഡ് ദ ഹാർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് ആലമോ. ഓക്കെ, അവരുടെ ഒരു വാറാണ്. And the last grand charge at Waterloo, ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞിട്ട് ഫ്രാൻസിനെ നെപ്പോളിയന്റെ കൺട്രോളിൽ നിന്ന് ഒഴിവാക്കിയത് വാട്ടർലൂ, ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ആൻഡ് ദാറ്റ് ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് ആസ് വെൽ. ഓക്കെ, ഓരോ വാട്ടറിനെ പറ്റി പറയുന്നു, അതിന്റെ ബ്രേവറിനെ പറ്റി പറയുന്നു. ആൻഡ് ജിം ബ്ലഡ്സോസ് ആക്ട് ഓൺ ദ പ്രയറി ബെൽ. ഓക്കെ, ഇതൊക്കെ എല്ലാം മീനിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കില്ല, പക്ഷെ എന്താണ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഓരോ ബ്രേവ് ബാറ്റിൽസും ഓരോ മെമ്മോറിയൽസ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് വിത്ത് ദീസ് ഡൗൺ ഓൺ ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം. നിങ്ങൾ ടൈമിന്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററിന്റെ ഇങ്ങനെ വെച്ചാൽ ഒരു ഹോൾവേ ആയിട്ട് കരുതിയാൽ ലെഫ്റ്റിൽ ഈ വാട്ടർലൂവിന്റെ ബാറ്റിൽ, പിന്നെ ആലമോന്റെ ബാറ്റിൽ, ഇങ്ങനെ ഒരു ഹാൾ ഓഫ് ഫെയിം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആ പ്രൗഡ് മൂമെന്റ്സിന്, ആ ബെസ്റ്റ് മൂമെന്റ്സിന്, ആ ബ്രേവറിന്റെ മൂമെന്റ്സിനെ ഒരു ഹോൾവേ ആയിട്ട് കരുതിയാൽ ഇങ്ങനെ ഓരോ ഡോറിൽ ഇങ്ങനെയാണെങ്കിൽ പ്രയറി ബെല്ലിന്റെ കൂടെ ആണെങ്കിൽ, ആൻഡ് ഈ ഹാളിൽ ഇങ്ങനെ കോറിഡോറിൽ ഇങ്ങനെ ഉള്ളപ്പോൾ the Titanic story shall sound sublime. അപ്പോൾ ഇതിന്റെ കൂടെ ഒരെണ്ണമായിരിക്കും ടൈറ്റാനിക്കിന്റെ സ്റ്റോറി. ആൻഡ് അതെന്താണ്? സബ്ലൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫ് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ദാറ്റ് മേക്സ് യു അഡ്മയർ സംതിങ്. ഭയങ്കര അച്ചീവ്മെന്റ് അല്ലെ, ഒരു ട്രാജഡിയാണ്, ഡിസാസ്റ്റർ ആണ്, പക്ഷെ എന്നാലും ആ ബ്രേവറി, ആ കമ്പാഷൻ, ആ പേട്രിയോട്ടിസം, അതെന്താണ്? ദാറ്റ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് ഔട്ട്. അതങ്ങനെ അവിടെ നിൽക്കും ഇത്രയും ബ്രേവ് മൂമെന്റ്സിന്റെ കൂടെ. ഓക്കെ, for never was courage more noble and true than that was shown on the night by the Titanic's crew. അപ്പോൾ കറേജും ബ്രേവറിനൊക്കെ ഇതിനെക്കാളും നല്ലൊരു എക്സാമ്പിൾ, ഇതാണ് എപ്പിറ്റോമി ഓഫ് എന്ന് പറയും. ഓക്കെ, ദ ബെസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്താണ് ബ്രേവറി ആൻഡ് കറേജ്, നോബിൾ. ഓക്കെ, ഇത് എപ്പോഴാണ് നമ്മൾ കണ്ടത്? ഇതിനെക്കാട്ടും നല്ല എക്സാമ്പിൾ നമ്മൾ കണ്ടില്ല കമ്പയർ ടു ടൈറ്റാനിക്കിന്റെ ക്രൂവിന്റെ ആൾക്കാർ. ഓക്കെ, ടൈറ്റാനിക്കിന്റെ ആൾക്കാർ അന്ന് കാണിച്ച ആ ബ്യൂട്ടിഫുൾ എക്സ്പോസേ ഓഫ് എന്താണ് നമ്മൾ പറയാ ബ്രേവറി ആൻഡ് ഓക്കെ, അതിനെക്കാളും നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് പറയുന്നത് ബേസിക്കലി എന്താണ് പേട്രിയോട്ടിസം, ബ്രേവറി ആൻഡ് ടൈറ്റാനിക്കിന്റെ മെന്നിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് എങ്ങനെയാണ് സ്വന്തം ലൈഫ് പോലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ആലോചിച്ചില്ല, എപ്പോഴും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. അതിന് കുറേ ലൈൻസിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 പേജസ് ലോങ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം എടുത്ത് വായിക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ടിപ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, അലിട്രേഷൻ ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സാങ് സൈറ്റ്, ഓക്കെ, സാങ് ഫ്രം സൈറ്റിലുണ്ട് അലിട്രേഷൻ. പിന്നെ അലിട്രേഷൻ, ബി ബ്രിട്ടീഷ്, ബി ട്രൂ, ഇവിടെ നെവർ, പിന്നെ എന്താ ഹെർ കമാൻഡർ ബ്രേവ്, ട്രാൻസ്പോസ് സെന്റൻസ് കാണാൻ പറ്റും. പിന്നെ അലിട്രേഷൻ കണ്ടോ, ഷിവർ ഫ്രം സ്റ്റെം ടു സ്റ്റെം, ഷീ സ്ട്രക്ക് വിത്ത് ഷിവർ ഫ്രം സ്റ്റെം ടു സ്റ്റെം, അവിടെ സ. ഇവിടെ എന്താണ്? ഇമേജറി ഉണ്ട്. ഓമിനസ് ഫോം ഓഫ് ഗോസ്ലി വൈറ്റ്, അവിടെ ഇമേജറി ഉണ്ട്, മെറ്റഫർ ഉണ്ട്. പിന്നെ രാത്രിയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ എന്താണ്? ടൈറ്റാനിക്കിനെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്, മെറ്റഫർ ഉണ്ട്, ഇമേജറി ഉണ്ട്, ദ ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ എന്താണ്? ഇവിടെ ഇമേജറി ഇതൊക്കെ ഉള്ളു. ട്രാൻസ്പോസ് സെന്റൻസ് ഉണ്ട് കേട്ടോ. ഡിഡ് സെക്യൂരിറ്റി ഫീൽ എന്ന് പറയുമ്പോൾ കേട്ടോ, ഫെൽറ്റ് സെക്യൂർലി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് റൈം സ്കീം ഇവിടെ AABB ഉണ്ട്, 10 സ്റ്റാൻഡ്സ് ഓഫ് 4 ലൈൻസ് ആൻഡ് മൊത്തം തീമുണ്ട്, പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,